എക്സസൈസ് 4.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ സർവേ വാസ് മെയ്ഡ് ടു ഫൈൻഡ് ദ ടൈപ്പ് ഓഫ് മ്യൂസിക് ദാറ്റ് എ സർട്ടൻ ഗ്രൂപ്പ് ഓഫ് യങ് പീപ്പിൾ ലൈക്ക്ഡ് ഇൻ എ സിറ്റി. അഡ്ജോയിനിങ് പൈ ചാർട്ട് ഷോസ് ദ ഫൈൻഡിങ്സ് ഓഫ് ദി സർവേ. അപ്പോൾ ഒരു സിറ്റിയിൽ സർട്ടൻ ഗ്രൂപ്പ് ഓഫ് യങ് പീപ്പിളിനിടയിൽ മ്യൂസിക്കിനെ പറ്റി ഒരു സർവേ നടത്തി. അവർക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക്കിനെ പറ്റി ഒരു സർവേ നടത്തിയപ്പോൾ കിട്ടിയ ഡാറ്റ വെച്ചിട്ടാണ് ഈ പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ ലൈറ്റ് മ്യൂസിക് ഇഷ്ടമുള്ളത് എത്ര വരാം? 40%, ഫോക്ക് 30%, ക്ലാസിക്കൽ 10%, സെമി ക്ലാസിക്കൽ 20%. അപ്പോൾ എല്ലാത്തിൻ്റെ പെർസെൻറ്റേജ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. ഒരു ലൈറ്റ് മ്യൂസിക്, ഫോക്ക്, ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ എല്ലാത്തിൻ്റെയും എല്ലാം ഇഷ്ടമുള്ളവരുടെ പെർസെൻറ്റേജിൽ തന്നിരിക്കുന്നു. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദിസ് പൈ ചാർട്ട് ആൻസർ ദ ഫോളോയിങ്. ഇഫ് 20 people liked classical music, how many young people were surveyed? അപ്പോൾ ഇതിൽ 20 ക്ലാസിക്കൽ മ്യൂസിക് ഇഷ്ടമുള്ളവർ നമ്മൾ പറഞ്ഞു 10% ആണ്. ആ 10% എന്ന് പറഞ്ഞാൽ എത്ര പീപ്പിളാണ്? 20 പീപ്പിളാണ്. ക്ലാസിക്കൽ മ്യൂസിക് ഇഷ്ടമുള്ളവർ 20 പീപ്പിളാണ്. അങ്ങനെയെങ്കിൽ ഹൗ മെനി യങ് പീപ്പിൾ വർ സർവേഡ്? ഈ ടോട്ടൽ എത്ര പേരുടെ ഇടയിലാണ് ഈ സർവേ നടത്തിയത്? നമുക്ക് എത്ര പേരാന്ന് തന്നിട്ടില്ലല്ലോ. അപ്പോൾ ഈ ടോട്ടൽ എത്ര പേരുടെ ഇടയിലാണ് ഈ സർവേ നടത്തിയത്? അതിൽ നിന്നും 10% ആൾക്കാർക്ക് ക്ലാസിക്കൽ മ്യൂസിക്കാണ് ഇഷ്ടം. ആ 10% ആണ് എത്ര? 20 പീപ്പിൾ. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം യങ് പീപ്പിൾ എത്ര പേരുടെ ഇടയിലാണ് ഈ സർവേ നടത്തിയത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ടോട്ടൽ പീപ്പിൾ അറിയാത്തതുകൊണ്ട് നമുക്ക് ആ ടോട്ടൽ പീപ്പിൾ നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ്. നമ്മളങ്ങനെയല്ലേ പ്രോബ്ലം ചെയ്യാറ്. അപ്പോൾ നമുക്ക് എഴുതാം let the total people be x അല്ലേ. നമുക്കറിയാത്തതുകൊണ്ട് ലെറ്റ് ദ ടോട്ടൽ പീപ്പിൾ ബി എക്സ് ആയിട്ട് കരുതാം. ടോട്ടൽ പീപ്പിൾ നമുക്കറിയില്ല എത്ര പേരിലാണ് സർവേ നടത്തിയെന്നുള്ളത്. ഇനി അടുത്തെന്താ? ഈ ടോട്ടൽ പീപ്പിളിലെ 10% ആണ് ഈ പറയുന്ന 20 പീപ്പിൾ. ടോട്ടൽ പീപ്പിളിലെ 10% ആണ് 10% എന്ന് പറയുന്നതാണ് ഈ 20 പീപ്പിൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? 10% ഓഫ് ടോട്ടൽ പീപ്പിൾ. 10% ഓഫ് ടോട്ടൽ പീപ്പിൾ എന്ന് വെച്ചാൽ നമ്മൾ ടോട്ടൽ പീപ്പിൾ നമ്മൾ എക്സ് എന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 10% ഓഫ് എക്സ് എത്രയാ? 20 അല്ലേ. 10% ഓഫ് ടോട്ടൽ പീപ്പിൾ ആണ് 20. അതുകൊണ്ട് 10% ഓഫ് എക്സ് ഈക്വൽ ടു 20. ഇനി 10% നമുക്ക് എങ്ങനെ എഴുതാം? 10/100. ഓക്കെ. ഓഫ് വരുമ്പോൾ നമ്മൾ എന്തെഴുതും? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. ഓഫ് വരുമ്പോൾ നമ്മൾ എഴുതുന്നത് മൾട്ടിപ്ലിക്കേഷൻ സിമ്പിളായിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എന്തിൻ്റെ? ഇനി എക്സ്. അപ്പോൾ 10/100 ഇൻറ്റു എക്സ് ഈക്വൽ ടു 20. നമുക്ക് എന്ത് ചെയ്യാം? 10/100 ആണ്. ഇവിടെ ഈ സീറോയും വെട്ടിപ്പോവും. അപ്പോൾ 2 0 പോയി അല്ലേ. ഇനി 1/10 ആണല്ലോ. അപ്പോൾ 1 ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ 10. x/10 ഈക്വൽ ടു 20. മനസ്സിലായില്ലേ? ഈ സീറോയും ഈ താഴത്തെ സീറോയും വെട്ടിപ്പോയി. ബാക്കിയുള്ളത് 1/10 ആണ്. ആ 1/10 ഇൻറ്റു എക്സ് ആയിട്ട് 1/10 ഇൻറ്റു എക്സ് ചെയ്യുമ്പോൾ x/10 ഈക്വൽ ടു 20 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? എക്സ് ഈക്വൽ ടു എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സിനെ അവിടെ തന്നെ നിർത്തുക. ഈക്വൽ സൈൻ്റെ ഇവിടെ തന്നെ നിർത്തുക അല്ലേ. നമുക്ക് എക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് ഈക്വൽ ടു ഈക്വൽ സൈൻ്റെ അവിടെ എന്താ ഉള്ളത്? 20. അതവിടെ തന്നെ ഇരുന്നോട്ടെ 20. എന്നിട്ട് നമുക്ക് ഈ 10നെ നമുക്ക് ഈ ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. 10നെ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഈ സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ ഡിവിഷനിലാണ് നടക്കുന്നത്. ഇത് ഡിനോമിനേറ്ററിലാണ് നടക്കുന്നത്. അപ്പോൾ ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ ഈക്വൽ സൈൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ എന്തായി ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഇവിടെ ഈക്വൽ സൈനിന് ഇപ്പുറത്തുനിന്ന് ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അത് ഡിവിഷനായി മാറും. ഡിവിഷൻ ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്?
ഡിവിഷനാണ്, x/10 ആണ്. അപ്പോൾ ഈ 10നെ ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ. അപ്പോൾ ഇൻറ്റു എന്ത് 10. മനസ്സിലായില്ലേ? അപ്പോൾ x = 20 × 10, അതായത് x = 200. x = 200 എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്യൂപ്പിൾ അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിരുന്നില്ലേ? ടോട്ടൽ പ്യൂപ്പിൾ അല്ലേ എക്സ്? അപ്പോൾ ടോട്ടൽ പ്യൂപ്പിൾ = 200. അപ്പോൾ എത്ര പേരിലാണ് സർവേ നടത്തിയത്? 200 പീപ്പിൾ. മനസ്സിലായില്ലേ? നമുക്ക് എല്ലാത്തിൻ്റെ പെർസെൻറ്റേജ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് നമ്പർ തന്നിട്ടില്ല എത്ര പേരിലാണ് സർവേ നടത്തിയെന്നുള്ളത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഈ ക്ലാസിക്കൽ മ്യൂസിക് ഇഷ്ടമുള്ളവരുടെ എണ്ണം തന്നിട്ടുണ്ട്. ക്ലാസിക് മ്യൂസിക് ഇഷ്ടമുള്ളവരുടെ എണ്ണം 20 പീപ്പിളാണ്. അപ്പോൾ 20 പീപ്പിളാണ് ഇഷ്ടമെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 10%. അതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. പീപ്പിളിനെ കണ്ടുപിടിക്കാനുള്ളത് കൊണ്ട് അതിന് നമ്മൾ എക്സ് ആയിട്ട് അസ്യൂം ചെയ്തു. അതിനുശേഷം ക്ലാസിക്കൽ മ്യൂസിക് ഇഷ്ടമുള്ളത് 10% ആണ്. അപ്പോൾ 10% ഓഫ് ടോട്ടൽ പീപ്പിൾ. അപ്പോൾ ടോട്ടൽ പീപ്പിളിൽ 10% എത്ര പേരാന്ന് തന്നിട്ടുണ്ട്? 20 അല്ലേ? 20. ദെൻ 10% നമ്മൾ എങ്ങനെ എഴുതും? 10/100. 10/100 ഓഫ് എന്തായി നമ്മൾ എഴുതും? ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ. ഓഫ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്പിളാണ് ചെയ്യേണ്ടത്. ഇൻറ്റു x = 20. ദെൻ 0 0 ക്യാൻസലായി. ദെൻ x/10 = 20. x/10 = 20. പിന്നെ നമ്മൾക്ക് x ആണ് കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് എക്സിനെ അവിടെ തന്നെ നിർത്തിയിട്ട് 10നെ എന്ത് ചെയ്യണം? നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. അതായത് ഈക്വൽ സൈഡിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ 10 ഇവിടെ ഡിനോമിനേറ്റർ ആയതുകൊണ്ട് അത് ഇവിടെ ഡിവിഷനിലാണ് കിടക്കുന്നത് താഴെ അല്ലേ? അപ്പോൾ താഴെ ഡിനോമിനേറ്ററിൽ ആയതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഈക്വൽ സൈഡിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ 20 × 10 ആയി. ഓക്കെ, x = 20 × 10, ദാറ്റ് ഈസ് 200. അപ്പോൾ ടോട്ടൽ പീപ്പിൾ = 200. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നുകൂടി ശരിക്കൊന്നും ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇതൊന്ന് കേട്ടു നോക്കുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ടൈപ്പ് ഓഫ് മ്യൂസിക് ഈസ് ലൈക്ക്ഡ് ബൈ ദ മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ? മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ ഏത് മ്യൂസിക്കാണ് ലൈക്ക് ചെയ്തത്? നമ്മുടെ പൈ ചാർട്ടിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിടപ്പുണ്ട് അല്ലേ? ലൈറ്റ് മ്യൂസിക് 40%. ഏറ്റവും കൂടുതലാണ്, മറ്റെല്ലാം 40നേക്കാളും ചെറുതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വിച്ച് ടൈപ്പ് ഓഫ് മ്യൂസിക് ഈസ് ലൈക്ക്ഡ് ബൈ ദ മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ? ലൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ കാസറ്റ് കമ്പനി വർ ടു മേക്ക് 1000 CDs, ഹൗ മെനി ഓഫ് ഈച്ച് ടൈപ്പ് വുഡ് ദേ മേക്ക്? ഒരു കാസറ്റ് കമ്പനി 1000 CDs ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ ഹൗ മെനി ഓഫ് ഈച്ച് ടൈപ്പ് വുഡ് ദേ മേക്ക്? ഓരോ മ്യൂസിക്കിന് വേണ്ടിയിട്ട് എത്ര CDs ഉണ്ടാക്കണം? അതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നമുക്ക് പെർസെൻറ്റേജിലല്ലേ തന്നേക്കുന്നത്. അപ്പോൾ ഈ പെർസെൻറ്റേജ് 1000 CDsൽ ലൈറ്റ് മ്യൂസിക് ഇഷ്ടപ്പെടുന്ന എത്ര പെർസെൻറ്റേജാണ്? 40%. ലൈറ്റ് മ്യൂസിക് ഇഷ്ടപ്പെടുന്നവർ 40% ആണ്. അപ്പോൾ ഈ 1000 CDsൽ 40% എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ലൈറ്റ് മ്യൂസിക്കിന് വേണ്ടിയുള്ള CD ആണ്. 1000 CDsൽ 40% CD എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ലൈറ്റ് മ്യൂസിക്കിന് വേണ്ടിയിട്ട്. നമുക്കതെങ്ങനെ കണ്ടുപിടിക്കാം? 40% ഓഫ് 1000 അല്ലേ? 1000ൻ്റെ 40% ആണ് ലൈറ്റ് മ്യൂസിക്കിന് വേണ്ടിയിട്ടുള്ള CD. നമ്മൾ കണ്ടതാണ്. 40% എങ്ങനെ എഴുതും? 40/100. ഓഫ് എഴുതുന്ന പകരം ഓഫ് എന്ന് വെച്ചാൽ എന്താ? മൾട്ടിപ്ലിക്കേഷൻ. ഓഫിന് മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഇടുക. 1000. ഇവിടെ 2 0, മുകളിൽ 2 0 വെട്ടിപ്പോവും. ആൻസർ എത്ര കിട്ടും? 400. അപ്പോൾ ലൈറ്റ് മ്യൂസിക്കിന് വേണ്ടിയിട്ടുള്ള CDs എത്ര ഉണ്ടാക്കണം? 400. നെക്സ്റ്റ് നമ്പർ ഓഫ് CDs ഓഫ് ഫോക്കിന് വേണ്ടിയിട്ട് എത്ര പെർസെൻറ്റ് തന്നേക്കണം? 30%. അപ്പോൾ 1000 CDsൽ 30% ആണ് ഫോക്കിന് വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ 30% ഓഫ് 1000 അല്ലേ കണ്ടുപിടിക്കണ്ടേ? 30% ഓഫ് 1000. അതെങ്ങനെ എഴുതാം? 30/100 ഓഫിന് ഇൻറ്റു 1000. താഴത്തെ 2 0 വെട്ടിപ്പോവും, മുകളിലത്തെ 2 0 വെട്ടിപ്പോവും. ആൻസർ 300.
അപ്പോൾ 300 CDs ആണ് ഫോക്ക് മ്യൂസിക്കിന് വേണ്ടി നിർമ്മിക്കുന്നത്. ഈ നമ്പർ ഓഫ് CDs ഓഫ് ക്ലാസിക്കൽ എത്ര പെർസെൻറ്റേജ് ആണ് നേക്കുന്നത്? 10%. അപ്പോൾ 10% ഓഫ് 1000, 10/100 into 1000. നിങ്ങളും ഇത് ഒപ്പം ചെയ്ത് നോക്കണം കേട്ടോ. ഒരു പേപ്പറും പേനയും എടുത്ത് ചെയ്ത് നോക്കണേ. താഴത്തെ 2 0 വെട്ടിക്കളയും, മുകളിലത്തെ 2 0. അപ്പോൾ 10 into 10 100. നെക്സ്റ്റ് സെമി ക്ലാസിക്കലിന് എത്ര പെർസെൻറ്റേജാണ്? 20%. അപ്പോൾ 1000ൻ്റെ 20% ആണ് സെമി ക്ലാസിക്കൽ മ്യൂസിക്കിനുള്ള CDs. 20% ഓഫ് 1000 എങ്ങനെ എഴുതാം? 20/100 into 1000. 20 cancel. 20 into 10 200. അപ്പോൾ ലൈറ്റ് മ്യൂസിക്കിന് വേണ്ടിയിട്ടുള്ള എത്ര CDs ആണ്? 400. ഫോക്ക് മ്യൂസിക്കിന് 300, ക്ലാസിക്കലിന് 100, സെമി ക്ലാസിക്കലിന് 200. ഇനിയിപ്പോൾ നമുക്ക് കിട്ടിയ ഈ ആൻസർ എല്ലാം കൂടി കൂട്ടി നോക്കിയാൽ, ആഡ് ചെയ്താൽ 1000 കിട്ടും. നോക്കി, 400 + 300 700, 700 + 100 800, 800 + 200 1000. ശരിയല്ലേ? 1000 CDs ഉണ്ട്. അത് നമുക്ക് 1000 തന്നെ ആൻസർ കിട്ടി. കിട്ടിയ ആൻസർ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 1000 കിട്ടി. മനസ്സിലായില്ലേ? ഇത് ഒന്നും കൂടി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഈ വീഡിയോ കിട്ടും കേട്ടോ. ഓക്കെ, താങ്ക് യു.